അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1347. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ കാഫിറ, നിശ്ചയമായും അവിശ്വാസി, ഇദാ അമില ഹസനത്തൻ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ, എന്തെങ്കിലും ഹസനത്ത് നന്മ അവൻ ചെയ്താൽ, അല്ലാഹു തആല ദുനിയാവിൽ നിന്നുള്ള തുഅമത്ത് അവനക്ക് നൽകപ്പെടും. ഭക്ഷണവും മറ്റു അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു ദുനിയാവിൽ നൽകപ്പെടും. അമ്മൽ മുഅ്മിൻ, അപ്പോൾ ഒരു വിശ്വാസി, فإن الله تعالى يدخر له حسناته في الآخرة, നിശ്ചയമായും അവനുള്ള പ്രതിഫലം, അവൻ ചെയ്യുന്ന ഹസനാത്തിന്റെ പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ അവന് വേണ്ടി സൂക്ഷിച്ചു. ദുനിയാവിൽ അല്ലാഹു തആല അവരുടെ ത്വാഅത്തിലുള്ള റിസ്കും കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് നൽകും. ദുനിയാവിൽ അനുഗ്രഹങ്ങൾ നൽകുന്നതോട് കൂടെ തന്നെ അവന്റെ പ്രതിഫലം, യഥാർത്ഥ പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ അവന് വേണ്ടി സൂക്ഷിച്ചു. അപ്പൊ ഏതൊരു അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ഈമാൻ ആണ് അതിന്റെ അടിസ്ഥാനം. മുഅ്മിനായ മനുഷ്യൻ നിന്ന് മാത്രമേ അല്ലാഹു അമലുകൾ സ്വീകരിക്കപ്പെടുന്നുള്ളൂ. ഈമാൻ ഇല്ലാതെ എന്തൊരു അമല് ചെയ്താലും അല്ലാഹു ആഖിറത്തിൽ അതിന് പ്രതിഫലം തരൂല. അപ്പൊ അവിശ്വാസിയായ ആളുകൾ ഇവിടുന്ന് ചിലപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മറ്റൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അല്ലാഹു അതിന്റെ ഒരു ഫലം എന്ന നിലക്ക് ദുനിയാവിൽ വെച്ച് ഭക്ഷണമായ നിലക്കും അതുപോലെ ആരോഗ്യവും മക്കളും ഐശ്വര്യവും ഒക്കെ അല്ലാഹു നൽകും. ദുനിയാവിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ദുനിയാവിൽ നല്ല കൊടുക്കും. അതേ സമയത്ത് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് അത് മുഅ്മിനിൽ നിന്നും മാത്രമാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണ് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോ മുഅ്മിനായ മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ അല്ലാഹു ദുനിയാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. ദുനിയാവിൽ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറയുന്നു, ദുനിയാവിൽ അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ അത് അവന്റെ ഫദ്ലാണ്, ഹുവ ഫദ്ലുൻ മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ലാണ്, ഔദാര്യമാണ്. യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത് അത് ആഖിറത്തിലാണ്. ജസാ ലഭിക്കുന്നത് ആഖിറത്തിൽ മാത്രമാണ്. ഇവിടുന്ന് അല്ലാഹുവിന്റെ ഫദ്ലാണ്. അപ്പൊ ഈ അമലുകളുടെ പ്രതിഫലം നമുക്ക് ആഖിറത്തിൽ ലഭിക്കണമെങ്കിൽ ഈമാനാണ് അതിന്റെ അടിസ്ഥാനം. മുഅ്മിനായി ജീവിച്ചാൽ മാത്രം പോരാ, മുഅ്മിനായി മരിക്കാനും കഴിയണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മൻ മാത അലൽ കുഫ്രി ലാ യൻഫഉഹു അമലു, ഒരാൾ മുസ്ലിമായി ജീവിച്ച് കുറേ നന്മകളൊക്കെ ചെയ്ത് അവസാനം ഈമാനിൽ പോയാണ് മരണപ്പെട്ടതെങ്കിലോ ഈ അമലുകളെ കൊണ്ടൊന്നും നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കണോ, അവൻ ഈമാനോടെ മരണപ്പെടണം. ഈമാനാണ് ഏതൊന്നിന്റെയും അടിസ്ഥാനം. മുഅ്മിനിൽ നിന്ന് മാത്രമേ അമല് സ്വീകരിക്കുള്ളൂ, അപ്പോഴേ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുള്ളൂ. ഹദീസ് ശ്രദ്ധേയമാണ്. അല്ലാഹു ഉൾക്കൊണ്ട് ആഖിറത്തേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോട് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.